Hey guys, welcome back. നിങ്ങൾ സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകളാണോ? അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം. क्या भरेंगे? पानीपुरी ये आगे धनिया वाले आलू जो इसके अंदर भरे जा रहे हैं, मतलब अलग अलग पसंद है लोगों की। पानीपुरी और इतनी जल्दबाजी है भैया, यहाँ पर लगे हुए हैं, आलू भर दिए और इसको भी डुबा दिया छोट के अंदर। നമ്മൾ ഒരു വർഷം മുമ്പേ, ഒരു 1.5 വർഷം മുമ്പേ പരിപ്പുവട മേക്കിംഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുകൾ അത് കണ്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ഇന്ത്യയിലുള്ള ഫുഡ് മേക്കിങ്ങിനെ കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫുഡ് മേക്കിങ്ങിനെ കുറിച്ചാണ്, അതും സ്ട്രീറ്റ് ഫുഡുകളെ കുറിച്ച്. കയ്യിലൊരു ഗ്ലൗസ് പോലും ഉപയോഗിക്കാതെ, ഒരു ഗ്ലൗസിന് ഒരു 2 രൂപ 3 രൂപ കണ്ട് കൊടുത്താൽ കിട്ടും. ജസ്റ്റ് അതൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങി കഴിക്കുന്ന ആളുകൾ പിന്നെ ഏതാ മെൻറ്റാലിറ്റി എന്നറിയില്ല. പക്ഷേ ഇത് വീഡിയോയിലൂടെ കാണുന്ന നമുക്കൊരു കുറച്ചെങ്കിലും സമാധാനം ഉണ്ടാകുമായിരുന്നു. ഇതിപ്പം പാനിപൂരി അല്ലെങ്കിൽ പാനിപൂരി സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസുകൾ ഓർമ്മ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ ഒരുപാട് 100 കണക്കിന് വീഡിയോ ഇതുപോലെ സ്ട്രീറ്റ് ഫുഡുകളുടെ വീഡിയോസ് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇവന്മാരെ അല്ല ശരിക്കും പറയണ്ടേ, ഇത് വാങ്ങി കഴിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇത് വാങ്ങി കഴിക്കുന്ന ആളുകളുടെ മെന്റാലിറ്റി എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത് കാണുമ്പം ആരോ ഒരാൾ കയ്യിലിട്ട് ഇങ്ങനെ ഉരുട്ടി മറച്ച് തിരിച്ചിട്ടൊക്കെ ഇങ്ങനെ, ഒരു സ്പൂണില്ല, ഒന്നാമത് ഓരോ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ എടുത്തിടാൻ വേണ്ടി ഒരു സ്പൂണില്ല, എല്ലാം കൈ കൊണ്ട് തന്നെ, എന്നിട്ട് ഇങ്ങനെ കുഴച്ച് അത് വാങ്ങി കഴിക്കുന്ന ആളുകളുടെ മെന്റാലിറ്റി എന്ന് ആലോചിച്ച് നമ്മളെ കൊണ്ടാവില്ല. അത് നമ്മളെ കൊണ്ട് ഒരിക്കലും കഴിയാത്തൊരു സംഭവമാണ്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മൾ കൈയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത്, ഇത് കണ്ടിട്ട് തോന്നുന്നത് ഇവരുടെ നാട്ടുകാരൊക്കെ മുഴുവൻ ഇങ്ങനെ തന്നെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർക്കൊരു പ്രശ്നമില്ലാത്തത്. അല്ലെങ്കിൽ എപ്പോഴും ഇതൊക്കെ ക്ലോസ് ചെയ്ത് പോകേണ്ടതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഹോട്ടലുകളിലും ഇതുപോലുള്ള ചെറിയ ചെറിയ കടകളിലൊക്കെ ഹെൽത്തുകാരുടെ ചെക്കിംഗ് ഉണ്ടാകുന്ന സമയത്ത് ചില ഹോട്ടലുകൾ ക്ലോസ് ചെയ്ത് പോകുന്ന നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലൊന്നും അവരുടെ നാട്ടിലില്ലാന്ന് തോന്നുന്നു. എന്തോ നമുക്ക് നോക്കാം. ഇതെന്താ സാധനം? ഇത് വേറെ എന്തോ ഒരു സാധനം പൊടിച്ചിട്ട്, എൻ്റെ പൊന്നോ, ഇത് ചിലപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ നമ്മൾ എത്ര വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാലും കിട്ടാത്തത്ര ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഇങ്ങനെ ഈ റീൽ വഴിയൊക്കെ വൈറലാകുമ്പോൾ അവിടെ ആളുകൾ കൂടുന്നത്. അവിടെ ടേസ്റ്റ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കയ്യിലൊക്കെ ഇട്ട് ഉരുട്ടി മറച്ച് തരുമ്പോൾ നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ്, എടാ ഈ കറി കണ്ടിട്ട് ഒന്നും തോന്നാനില്ല. നമ്മളെ വീട്ടിലും ഇങ്ങനെ ആണ് കറികളൊക്കെ ഉണ്ട്. ഇത് ഒരു കറിയാന്ന് തോന്നുന്നു, എന്തോ ഒരു സംഭവമാണ്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഏകദേശം. പക്ഷേ ഇതിന് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിങ്ങനെ വീണ്ടും അപ്പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടാവും. അതിങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ്. അപ്പം ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്നൊരു കടയാണ്. അപ്പം ഇതിൽ നിന്ന് ഇങ്ങനെ തെറിക്കുന്ന, ബാക്കി എടുത്തു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റും തെറിച്ച് കിടക്കുകയാണ്. നോക്കട്ടെ, അതിൻ്റെ ഇടയിലൂടെ ആൻസും കയറ്റുന്നുണ്ടോ? ഇദ്ദേഹം ഒരു വലിയ കോടീശ്വരനാണ് അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ കോടീശ്വരനായിരിക്കും, നല്ല കച്ചവടമല്ലേ നടക്കുന്നത്. എന്തൊക്കെ കാണണം എന്തോ ദൈവമേ. ഇനി നെക്സ്റ്റ്, ഇതെന്താ ചോറ് കഴിക്കായിരിക്കും. ഇതൊക്കെ എവിടെയാണ്? അവിടെ നിന്ന് ഹെൽത്തുകാരും പിന്നെ അങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ലേ? ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ഇത്രയും നേരം അവരുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു ഗ്ലൗസും പോലും യൂസ് ചെയ്യാതെ ഇങ്ങനെ കുറച്ച് വൃത്തിഹീനമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കൊടുക്കുന്ന ഭയങ്കര തിരക്കാണ്, ഭയങ്കര സംഭവമാണ്. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ദേക്കോ ദേക്കോ, എലിയല്ലേ ആ പോകുന്നേ? എടാ ഇവിടെ മാവ് കുഴച്ച് വെച്ച പാത്രത്തിൽ നിന്ന് എലി എടുത്ത് കഴിക്കുന്നടാ. നോക്ക്, ഇതെന്താ പപ്പടോ? ഇതെന്താ പത്തി? ഇതെന്താ സാധനം? എന്താ പത്തൽ, നെയ്പത്തൽ എന്ന് പറയുന്ന സാധനം തോന്നുന്നു. നെയ്പത്തൽ എന്നാണ് ഇതിൻ്റെ പേരെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് നെയ്പത്തൽ എന്ന് മാറ്റി എലിപ്പത്തൽ എന്നാക്കി മാറ്റണം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് ഒന്നും പറയാനില്ല, നേരത്തെ കൈ കൊണ്ട് യൂസ് ചെയ്യാതെ വലിയ പ്രശ്നം, അത്ര വലിയ സീൻ വരില്ല എന്ന് വിചാരിക്കുക, എന്നാലും ഉണ്ടാവും. പക്ഷെ ഇത് എലിയാണ്.
അസുഖം 100% വന്നിരിക്കും. എന്നിട്ടും ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ ഇത് ഇന്ത്യയിൽ തന്നെയാണ്, പുറത്തൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ബോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും വളരെയധികം നല്ല ഒരു സംഭവമാണ്. എലീനെയൊക്കെ വളർത്തിയിട്ട്, എലീൻ്റെ ഫാമാണോ ഇനി? എലീൻ്റെ ഫാമിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണോ? മുളക് പൊടി, ഇഷ്ടികപ്പൊടി, സിമെന്റ് പൊടി, പാറപ്പൊടി, സോപ്പ് പൊടി, തലേന്ന് ന്യൂ ഇയറിന് റോഡിൽ നിന്ന് കോരിയ വാള്. ആരുടെ ഇത്? നിന്റെ വോയിസ് വേണ്ട. എന്താ മുകളിലോട്ടൊക്കെ എറിഞ്ഞ്? ഇത് എങ്ങനെ കഴിക്കാൻ തോന്നുന്നു ഈ സാധനം കണ്ടിട്ട്? ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, എന്താ അറിയില്ല. പക്ഷെ ഇതെങ്ങനെ കഴിക്കാൻ തോന്നുന്നേ? ഇദ്ദേഹമാണ് സ്ട്രീറ്റ് ഫുഡുകളുടെ കിങ് എന്ന് എനിക്ക് തോന്നുന്നത്. आपने कितने रुपया दिया? 400 रुपया दिए। आइए ना इधर, पार्सल दे इधर अंदर इधर में। കണ്ടിട്ട് എന്തൊക്കെയോ ആവുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ. ഇന്ത്യയിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ എത്രത്തോളം അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ പട്ടിണി പാവങ്ങളുടെ ഇന്ത്യ, പട്ടിണി പാവങ്ങളെ പറ്റിക്കുന്നവരുടെ ഇന്ത്യ, പറ്റിച്ചവരെ പീഡിപ്പിക്കുന്നവരുടെ ഇന്ത്യ, പ്രോബയോട്ടിക് മൊണ്ണകളുടെ ഇന്ത്യ. അന്തസ്സില്ലാത്ത അന്നം അന്യദേശക്കാരുടെ ഉന്നം, മൂക്ക് വാങ്ങി ചുതിച്ചുയരാൻ ഉണ്ട് മാത്രം അത്ര മാത്രം എന്ന് മാറും ഉറച്ചു മാറും അന്ന് തീരും അനന്ത ലോകം. കുഞ്ഞുണ്ണി മാഷിന്റെ ആരെങ്കിലും ആണോ? അടിപൊളിയായി കവിത അവതരിപ്പിച്ചിട്ടുണ്ട്. വെരി നൈസ്. പറ്റാത്തൊരു പ്രഡിക്ഷൻ ഞാൻ പറയട്ടാ. വർഷം 1001. പാവപ്പെട്ടവരില്ലാത്തൊരു ലോകം, പണക്കാർ മാത്രമുള്ളൊരു ലോകം ഒരിക്കലും സംഭവിക്കില്ല. 2, ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് കഴിച്ച് ഇഞ്ചി വെള്ളം കൂടി ചിളവി കിടക്കാത്ത ഒരുത്തനും ഉണ്ടാവുകയുമില്ല. ഇത് കൊതിമൂത്ത് തന്തൂരി സിസ്റ്റർ ഓർഡർ ചെയ്തതാണ്. ഇപ്പൊ അവിടെ ഇരുന്ന് ആരെയോ തന്ത പോലും ഓരയിട്ട് ഇറങ്ങി ഓടി. ആ പുകയുടെ സ്മെല്ല് ഇങ്ങനെ എന്റെ റൂമിൽ ഇരുന്ന് എന്റെ മൂക്കിലടിച്ച്. ആഹാരം ഇങ്ങനെ വേണം ഓർഡർ ചെയ്യാം. പരിസരത്തിരിക്കുന്ന 14 പേരും പറക്കണം. യെസ്, ഫൈനലി വി ഹാവ് ന്യൂ ടൈപ്പ് ഓഫ് ഐസ്ക്രീം. നിങ്ങൾക്ക് ഇതിനെ നോൺ വെജ് ഐസ്ക്രീം എന്ന് വിളിക്കാം, നിങ്ങൾക്ക് ഇതിനെ പ്രോട്ടീൻ ഐസ്ക്രീം എന്നും വിളിക്കാം. മെന്റൽ, ഇമോഷണൽ, സൈക്കോളജിക്കൽ, മൂലം ആസ്ട്രോളജിക്കൽ പെയിൻ. എനിക്കിത് കണ്ടതിന് ശേഷം അതിനിതിപ്പോ കുഴപ്പമില്ല. നമ്മൾ മെഷീൻ അല്ലല്ലോ, നമ്മൾ ഐസ്ക്രീം അല്ലേ തിന്നണം. ഇത് മെഷീനകത്താണ് ഈ പുഴു ഇരിക്കുന്നത്, കുഴപ്പമില്ല. എന്നാൽ കൂടുതൽ വലിച്ചൂരുണ്ടോ അല്ല ചീങ്കണ്ണി ഇറങ്ങി വരുവാനകത്ത്. അന്തസ്സില്ലാത്ത അന്നം അന്യദേശക്കാരുടെ ഉന്നം. അത് ഇവന്റെ കവിതയുടെ ഇടയിലുള്ള വേർഡാണെന്ന് തോന്നുന്നു. സൂപ്പറായിട്ടുണ്ട്. യന്ത്രാ ബന്നാണ് അതിന് മുക്കിയെടുക്കുന്നത്. എന്റെ മോൻ, ഇവനൊക്കെ തിന്നാൻ ഇപ്പൊ കിട്ടില്ലെങ്കിൽ ഇവനെ പിടിച്ച് അകത്താക്കാനുള്ള പ്ലാനിലാണ്. അത്രയും വിശന്ന് പൊരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അടി ഉണ്ടാക്കുകയാണ്. നോക്കിയേ, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങള് ഇന്ത്യയിൽ കൂടുതൽ നടക്കുന്നത്? ഇദ്ദേഹത്തെ എവിടെയോ കണ്ട ഓ ഓ പുറത്തുനിന്ന് ഇതാരെ ഫുഡ് ബ്ലോഗറാണ്, എവിടെയോ കണ്ട പരിചയം ഉണ്ടല്ലോ. പുറത്തുനിന്ന് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഉണ്ടാക്കി തന്ന ആള് പുറത്തുനിന്ന് ചൊറിഞ്ഞിട്ട് ഒരു സുഖം കിട്ടായിട്ട് ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് ചൊറിയാണ്. അന്തസ് എങ്ങനെ സാധിക്കുന്നട ഇതൊക്കെ? അറിഞ്ഞുകൊണ്ട് അപ്ലോഡ് ചെയ്താണോ അത്? അല്ല, ഇതിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ, എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവില്ലേ, ഇതിങ്ങനെ കാണൂലേ ഇത്? ये क्या है भाई? कितना ഈച്ച സൈഡിൽ കൂടെ പറക്കുന്നേ കാണുന്നില്ലേ? എന്താ അരച്ച് കലക്കി ഈ റോട്ടിൽ കണ്ട സാധനങ്ങൾ മുഴുവൻ അതിൽ കൊണ്ടുപോയി വെച്ചിരുന്നല്ലോ. പുളിയച്ചാറ് പണ്ട് സ്കൂളിൽ പോകുമ്പോ 50 വയസ്സൊക്കെ ആ കറുപ്പ് സാധനല്ലേ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ എവിടുന്ന് ഉണ്ടാക്കിയതാണോ എന്തോ. പുള്ളിക്കാരൻ പിന്നെ കൈകൊണ്ട് തൊടുന്നില്ല, ഒരു സ്പൂൺ എവിടുന്നോ ആരോ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടെന്തോ പാവം തോന്നിയിട്ട് കൊടുത്തായിരിക്കാം. പക്ഷേ ഈച്ചനെ എങ്ങനെ പെറുക്കും? ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് പുളിയച്ചാറ് തിന്നാണ്ടിരിക്കുന്നു വേണ്ട. ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ വേറെ ഇടുന്നെങ്കിലും ഉണ്ടാക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഇതിൽ മോശമായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും, പറയാൻ പറ്റൂല. കഴിച്ചോ നല്ലതാ.
ഇവർക്ക് സ്പൂണ്, ഗ്ലൗസ് അങ്ങനെയുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റം സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഈ ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊറിയർ ചെയ്ത് കൊടുക്കാം. Actually, what's your daily salary? Profit? Profit 25,000 ಇಲ್ಲ 2500 per day. per day. 2,500 into 30 is equal to 75,000. വെറുതെ അല്ല, ഗ്ലൗസ് ഒന്നും ഇടാതെ ഇങ്ങനെ കാലിലും കയ്യിലൊക്കെ ഇട്ട് ഉരുട്ടി മറിച്ച ആളുകൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നത്. 75,000 30 ദിവസം പണിയെടുത്താൽ 2,500 മിനിമം ഡെയിലി. അതിൽ എക്സ്പെൻസ് ഒക്കെ കഴിച്ചിട്ടൊരു 50 പോട്ടെ 40 പോട്ടെ ഒരു 30 പ്രോഫിറ്റ് ഓൺലി. ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസ് കഴിച്ചിട്ട് ബാക്കി ഒരു 30,000 മിനിമം. ഇവിടെ ഡിഗ്രിയും PG യും അതും ഇതൊക്കെ 10 വർഷത്തോളം പഠിച്ചിട്ടേ 10,000 രൂപ സാലറിക്ക് വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ, എത്ര ആളുകളുണ്ട്. പാനിപ്പൂരി ഉണ്ടാക്കാൻ പോയിക്കോളി. മിക്കവാറും ഞാൻ നോർത്തിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ ഭയങ്കര ബിസിനസ്സാണ്, ചോദിക്കാൻ ആരുമില്ല. ഹെൽത്തുകാരില്ല, പോലീസുകാർ ഇവരൊക്കെ അവിടെ നിന്ന് തന്നെ കഴിക്കണത്. ഹെൽത്തുകാരൊക്കെ അവിടെ നിന്ന് തന്നെ ആയിരിക്കും കഴിക്കണത്. അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് നമുക്ക് മോശമായിട്ടുള്ളൊന്നും കണ്ടില്ല കേട്ടോ. പുള്ളി നല്ല ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിക്കാണ് ഉണ്ടാക്കുന്നത്. വല്ല പാനിപൂരിയും വിൽക്കാൻ പോയാൽ മതിയായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് അടിക്കുന്ന സമയം കൊണ്ട് നമുക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ആരെയും കയ്യും കാലും പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു ഷെഡ് റോഡ് സൈഡിൽ തുടങ്ങാവുന്നേ ഉള്ളൂ. പാനിപൂരി നല്ല ബിസിനസ്സാണ്. അയ്യോ, ഇവൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാറില്ല. അവനാണിവൻ. നോക്കാം നമുക്ക്. എന്താടേ ഇതാണ് അപ്പൊ കിട്ടണ്ടേ. ഇത് സ്ട്രീറ്റ് ഫുഡ്. भैया क्या है भाई? तुर्की जाओ. घर से मैं निकला फकीर बनकर, आज मैं लौटा अमीर बनकर. नाम रोशन किया मैंने अपने दम. അണ്ണാ ഒരു കുഴപ്പമില്ലല്ലോ അണ്ണാ. എന്താണ് അത്? എന്താണ് പാനിപൂരി കലക്കണം? പാനിപൂരി കലക്കണം. എൻ്റെ ഇവരൊരുപാട് എഫേർട്ട് എടുക്കണം കേട്ടോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഭാവിയിലെ ഒരു വെറൈറ്റി ക്രിയേറ്ററായി മാറും 100%. ഒന്നും പറയാനില്ല. ഇവരുടെ വീഡിയോസൊക്കെ ഒന്നിനൊന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. നോർത്തിലുള്ളതായിരിക്കാം കൂടുതലും. ഇങ്ങോട്ടൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളങ്ങനെ കാണാറില്ല. ഇത്രയും വൃത്തിയില്ലാതൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പ്രതികരിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ മലയാളീസ് കേരളത്തിലും ഈ അടുത്തുള്ള സംസ്ഥാനങ്ങളിലൊന്നും അത്ര വലിയ കുഴപ്പമില്ല. ഓക്കെ. പിന്നെ നിങ്ങൾ സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ, സ്ട്രീറ്റ് ഫുഡ് എപ്പോഴും കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെ ഇതുപോലെയല്ല നല്ലപോലെ വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കുക. എല്ലാവരും നമ്മൾ ഒരേപോലെ താഴ്ത്തി കിട്ടുന്നില്ല. വൃത്തിയുള്ള സ്ഥലങ്ങളുണ്ട്, വൃത്തിയില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെയാണ് ഈ ഫുഡ് പോയ്സൺ അടിച്ച് 10 പേര് 20 പേര് 30 പേര് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറയുന്ന കേസുകൾ വരുന്നത്. ഇവിടെ നിന്നൊക്കെയാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പം ഫുഡ് കഴിക്കുമ്പം വൃത്തിയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കഴിക്കുക. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.